കാസർഗോഡ് വെള്ളൂർ പള്ളപ്പാടിയിൽ യുവതി ജീവനൊടുക്കിയ നിലയിൽ പള്ളപ്പാടിയിലെ സൈനുദ്ദീന്റെ ഭാര്യ സെറീനയാണ് മരിച്ചത്. ഗാർഹിക പീഡനത്തെ തുടർന്നാണ് മരണമെന്നാണ് യുവതിയുടെ വീട്ടുകാരുടെ പരാതി. യുവതിയുടെ കാസർഗോഡ് ജില്ലയിൽ ഇത് ഒരാഴ്ചക്കുള്ളിൽ ഇത് രണ്ടാമത്തെ ആത്മഹത്യയാണ്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് എന്താണ് അവർ പറയുന്നത് നമുക്കൊന്ന് കേട്ടുവരാം. യുവതിയുടെ സഹോദരന്റെ പ്രതികരണത്തിലേക്ക് ആദ്യം. കുഞ്ഞാന്നെല്ലാം പറഞ്ഞിട്ട് അതിന്റെ ശേഷം അവന് പറഞ്ഞ ആൾക്കാരോട് പിന്നെ ഇങ്ങനെ പ്രശ്നമുണ്ടെന്ന് മരിച്ച പെൺകുട്ടി പറഞ്ഞിട്ടുണ്ടോ? അല്ല, പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു എന്റെ അടുത്ത് അപ്പൊ ഞാൻ പറഞ്ഞപ്പോ നിനക്ക് വേണമെങ്കിൽ വീട് മോളെന്ന് പറഞ്ഞിട്ടുണ്ടായി, നീ വീട്. അപ്പൊ ഓള് ഞാൻ എന്റെ അടുത്ത് കൂക്കിയോട് പറഞ്ഞു, ഇപ്പൊ ഞനക്കെങ്കില് വേറെ ഭർത്താവ് കിട്ടുമോ, അയാൾ സ്ഥിതി അയാളൊക്കെ എത്തും പറഞ്ഞിട്ട് ഇങ്ങനെ പൂക്കാനും തുടങ്ങി. പല തവണ ഞാൻ പറഞ്ഞിട്ടോ നമുക്ക് വേണമെങ്കിൽ വീട് വെറുതെ എല്ലാം അവിടെ കൊണ്ടുവന്നല്ലേ വേണ്ടെന്ന് വീടെന്ന് പറഞ്ഞു. ഞാൻ പല തവണ പറഞ്ഞു. ഓള് വിട്ടില്ല. ഓൾ എത്ര കഷ്ടമെങ്കിലും അവിടെ തന്നെ സഹിച്ചിട്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്, നമ്മുടെ നാട്ടിലെ എല്ലാ പള്ളിയിലും മഹലിലും ഇതിനെക്കുറിച്ചൊരു ജാഗ്രത പുലർത്തണം. ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഇതിനെക്കുറിച്ചിട്ട് ഇത് നാളെ പോകുമ്പോൾ ഇത് കൂടിക്കൊണ്ട് പോകുന്നത് ഇങ്ങനത്തെ വിഷയവും. കഴിഞ്ഞ കാസർഗോഡിൽ സ്ത്രീധനത്തിൻ്റെ പേരിൽ ചെറലടക്ക സ്വദേശിനി ആത്മഹത്യ ചെയ്തത്. ഇപ്പോൾ ഇത് മക്കളില്ലാത്തതിൻ്റെ പേരിൽ ഇങ്ങനെ പല കാരണം കൊണ്ട് ഇങ്ങനെ ചൂഷണം ചെയ്യപ്പെടുന്ന ജീവനെടുക്കുന്ന കേസസാണ് കാസർഗോഡ് ജില്ലയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ മുസ്ലിം സമുദായത്തിൻ്റെ ഞങ്ങളുടെ നാട്ടിൽ ഉറൂസ് വരുന്നു, ഒരുപാട് നല്ല കാര്യങ്ങൾ വരുന്നു, മതപ്രഭാഷണങ്ങൾ വരുന്നു. അവിടെ നിന്നെല്ലാം നമ്മൾ നല്ല കാര്യങ്ങളാണ് പഠിക്കുന്നുള്ളത്. പഠിച്ചിട്ട് ഇപ്പോൾ തായോട്ട് തന്നെ പോയിക്കൊണ്ടുള്ള നമ്മളെ സമുദായം എന്ത് ഞങ്ങൾക്കറിയുന്നില്ല അതിൻ്റെ അർത്ഥം എന്തെന്ന്. ഒരുപാട് മിസ്റ്റേക്സാണ് നമ്മളെ സമുദായത്തിന് വന്നുകൊണ്ടത്. അത് നമ്മളുടെ സമുദായത്തിൻ്റെ മഹല്ലുകാർ, കമ്മിറ്റിക്കാർ, സമുദായത്തിൻ്റെ നേതാക്കന്മാരെ തിരുത്തണം. ഇല്ലെങ്കിൽ ഇത് കൂടിക്കൊണ്ട് പോയെങ്കിൽ നമ്മളെ സമുദായത്തിന് നാണക്കെടുത്. കുറേ ആയി ഇങ്ങനത്തെ കേസ് വരുന്നത്, കുറേ ആയി, 1 2 എന്നല്ല.